അമ്മ എന്നായോ അമ്മേ? ഞാനേ ഈ ചെടിക്കൊരു ഇച്ചിരി വളം ഇടാമെന്ന് വിചാരിച്ചുള്ള ഒരു ഒരുക്കമാണേ. എന്നാ ചെടിയോ? പറയാവേ. അപ്പം ഞാൻ ഈ ഗ്ലൗസ് ഒന്ന് ഇട്ടിട്ട് പറയാം. തിരിഞ്ഞു പോയത് ഇല്ല. അപ്പം ഈ ഗ്ലൗസ് ഇടുന്നത് എന്നാണെന്നറിയാം, നമ്മളിവിടെ സ്യൂഡോമോണാസും ട്രൈക്കോഡെർമയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടല്ലോ. അപ്പം വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത സാധനങ്ങളാണ് അതൊക്കെ. എന്നാലും നമ്മളൊരു മുൻകരുതലായിട്ട് ഈ ഗ്ലൗസൊക്കെ ഇടുന്നത് നല്ലതാണ്. പിന്നെ എൻ്റെ കയ്യിലൊരു ചെറിയ കൈതയുടെ മുള്ളു കൊണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തട്ടുകയും തടയുകയും വേദന എടുക്കുകയൊന്നും ചെയ്യത്തില്ല. അപ്പം ഞാൻ വളം ഇടാൻ വന്ന എന്തിനാ, അയ്യോ ഒരു ചൊറിയൻ പുഴുവിനെ കണ്ടോ ഇവന്മാരിതേ ഇച്ചിരി വെയിലാറിയപ്പോൾ അങ്ങ് ഇറങ്ങി തുടങ്ങുക. ഇതിൻ്റെ ഇല കണ്ടോ, ഇത് മുഴുവനും തിന്ന് നശിപ്പിച്ചിരിക്കുക കേട്ടോ. ഇത്ര എണ്ണത്തിന് വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ ഇവർക്കൊരു വളം ഇടാമെന്ന് വിചാരിച്ച് വന്നതാണേ. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ കളഞ്ഞിട്ടാട്ടെ. വളം ഇടാനായിട്ട് ആദ്യമേ ഈ മണ്ണൊന്ന് ഇളക്കുവാണേ. കണ്ടോ, വലിയ കുഴപ്പമില്ലാതെയൊക്കെ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ കുത്തി ഇളക്കുമ്പോഴേ അവരുടെ വേരൊന്നും പോകരുത് കേട്ടോ, ആ പാകത്തിലൊക്കെ ചെയ്യാവുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഇങ്ങനെ കുറച്ച് മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടേ. ഇനി ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇപ്പം നമ്മളിതിൻ്റെ ചുവടൊക്കെ ഇളക്കിയല്ലോ, ഇനി നമുക്ക് ഇവർക്ക് കൊടുക്കാനുള്ള വളം ഉണ്ടാക്കിയെടുക്കണേ. അപ്പം നമുക്ക് വേഗം പോയി ആ വളം ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് പെട്ടെന്ന് വരാം. ഞാനേ ഈ വളം എടുക്കാൻ പോകുന്നതിന് മുന്നേ നിങ്ങളോടിത് എന്നാ ചെടിയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മുടെ ശീതകാല പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. ശരിക്കും പറഞ്ഞാൽ സെപ്റ്റംബർ എന്ന് പറയുന്നത് വിത്ത് പാകി തുടങ്ങുക എന്നുള്ളതാണ്. സെപ്റ്റംബർ പകുതിയോടുകൂടി അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇത് ബ്രോക്കോളിയുടെ തൈകളാണ്. അപ്പോൾ നമ്മൾ ഇവർക്കാണിന്ന് വളം കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളം എടുത്തിട്ട് വരാം. വളം ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഞാൻ 2 സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ വേണം, നമുക്കതും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവരെ മിക്സ് ചെയ്യാം കേട്ടോ. ഇത് നമ്മളിവിടെ ഉണ്ടാക്കി വെക്കുന്ന പോട്ടിംഗ് മിക്സ് ആണേ. നമ്മുടെ പോട്ടിംഗ് മിക്സിനകത്ത് തോട്ടത്തിനകത്തെ മണ്ണ് മാത്രമല്ല, ചകിരിച്ചോറും ചാണകപ്പൊടിയും ഉമിയും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എത്ര നാൾ മുന്നേ നമ്മൾ കൂട്ടി വെച്ചാലും ഇതിൻ്റെ ഇളക്കം കണ്ടോ മണ്ണിൻ്റെ. ഇതേപോലെ മണ്ണിളക്കമുള്ള മണ്ണിൽ കൃഷി ചെയ്താലേ നമുക്ക് നല്ല പോലെ വിളവ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇത്രയും മണ്ണും കൂടെ ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ചട്ടി മണ്ണ്. പിന്നെ മൂടി വെക്കണം, അല്ലെങ്കിൽ മഴ വരുമ്പോൾ അതെല്ലാം നനഞ്ഞ് കുതിർന്നു പോകും. ഇനി ഈ മണ്ണും കൂടെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുവാണേ. അപ്പം ഞാൻ ഇതിന് മുന്നേ എടുത്തു വച്ചിരിക്കുന്നത് എന്നാക്കിയാണെന്നറിയോ, കുറച്ച് ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടിയുമാണേ. ഇനി ഇവരെ നല്ല പോലെ നമ്മൾ കൂട്ടി ഇളക്കി ചേർക്കണം കേട്ടോ. അപ്പം ഞാൻ ഇത്രയും കൂടുതൽ ഈ വളം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ പല സാധനങ്ങളുണ്ട് വളം ഇടാനായിട്ട്. അപ്പോൾ അവർക്കെല്ലാം കൂടെ കൊടുക്കാമല്ലോ എന്നോർത്താണ്. അല്ലാതെ നമ്മൾ അത്രയും ചെടികൾക്ക് മാത്രമാണെങ്കിൽ ഇത്രയും വളം ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം ഞാൻ ഇത്രയും വളം എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഇടുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൽ നിന്ന് വളം കോരി ഈ ചെടിയുടെ ചുവട്ടിലൂടെ ഇടുവാണേ. ഇങ്ങനെ നമുക്ക് ഇടാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്നതിനകത്ത് വളത്തേക്കാളും കൂടുതൽ എടുത്തിരിക്കുന്നത് മണ്ണും ചകിരിച്ചോറും കൂടെയാണേ. അതുകൊണ്ടാണ് എനിക്കിത് ചെടിയുടെ ചുവട് ചേർത്ത് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ നമ്മൾ ചെടിയുടെ ചുവട്ടിലേക്ക് ഇത് ഇട്ട് കൊടുക്കും. ഈ ബ്രൊക്കോളി, അതുപോലെ കോളിഫ്ലവർ, കാബേജ് ഇതേപോലുള്ള ചെടികൾ വളർന്ന് പൊങ്ങുന്നതിനനുസരിച്ച് ചുവട്ടിലോട്ട് നമ്മൾ മണ്ണ് ചേർത്ത് കൊടുക്കുക ചെയ്യേണ്ടത്. അപ്പം ഞാനിതുപോലെ വളമിട്ടതിന് ശേഷം ഇതിൻ്റെ നടുക്ക് ഭാഗത്തുള്ള മണ്ണ് ഇങ്ങനെ കോരി അവരുടെ ചുവട്ടിലോട്ടാക്കി കൊടുക്കും കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്താൽ ചുവട്ടിലേക്ക് നല്ലോണം മണ്ണ് വരും. ചുവട്ടിലേക്ക് മണ്ണ് ചേർന്നാലേ ഉള്ളൂ ഇവർക്ക് നല്ല വളർച്ച കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കത്തില്ലേ ഇവിടെ ഒരു കുഴി വരുന്നുണ്ടല്ലോ, അതെന്നാ ചെയ്യുമെന്ന് വിചാരിക്കുമല്ലേ. അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വരുന്ന കുഴിയിലേക്ക് ഇനി ചപ്പും ചവറും നമ്മളിവിടെ അടിച്ചു വാരുമ്പോൾ കിട്ടുന്ന ഇലയൊക്കെ ഇല്ലേ, ആ ഇലയൊക്കെ ഇതിൻ്റെ ചുവട്ടിലോട്ടിടും. അടുത്ത പ്രാവശ്യം നമ്മൾ വളം ഇതുപോലെ ഇട്ടതിന് ശേഷം മണ്ണ് കോരി കൊടുക്കുമ്പം ആ കരിയില കമ്പോസ്റ്റ് ആയിരിക്കും ഇവരുടെ ചുവട്ടിലേക്ക് വീണ്ടും വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതേപോലെ മണ്ണും കൂട്ടിക്കൊടുത്താൽ നോക്കി നിൽക്കുമ്പോൾ ഇവർ വളരും. കാബേജ്, കോളിഫ്ലവർ, ലെറ്റ്യൂസ്, അതുപോലെ
ഉള്ള ഇത്തരത്തിലുള്ള ശീതകാല പച്ചക്കറികൾക്കെല്ലാം വളർച്ച പെട്ടെന്ന് കിട്ടണം കേട്ടോ. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ളൊരു ഗുണം അവരിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊരു കിടങ്ങ് പോലായിട്ടുണ്ട്. ഈ കിടങ്ങിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയോ, ഉണങ്ങിയ ഇലകളെ കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ തൂത്തുവാരുകയും, ഒന്ന് തോട്ടം തൂത്തുവാരുമ്പം കിട്ടുന്ന ഇലയുണ്ട്, അല്ലെങ്കിൽ മിറ്റം തൂത്തുവാരുമ്പം കിട്ടുന്ന ഇലകളുണ്ട്, അതിനെ ഇവിടെ കൊണ്ടുവന്ന് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ തൈകളെ നട്ടുപിടിപ്പിച്ചപ്പം മിച്ചം വന്നതാണ് ഇത് രണ്ടേ. അപ്പോൾ മിച്ചം വന്നവരെ ഞാൻ അന്ന് കയ്യോടെ നടാഞ്ഞതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മൾ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞാൽ ഈ ഇതേപോലത്തെ കുഞ്ഞു തൈകളല്ലേ നഷ്ടപ്പെട്ട് പോയേക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരെ നമുക്ക് അവിടെ പകരം വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ നട്ടതിനകത്തൊന്നും തന്നെ നഷ്ടപ്പെട്ട് പോയില്ല. അപ്പം ഞാൻ എൻ്റെ ഈ പാത്രത്തിനകത്ത് പയറാണ് നട്ടിരിക്കുന്നത്. അതിന് ഇവിടെ ഒരു ചെറിയ കുഴി എടുത്തിട്ട്, ഇവിടെ നല്ല ഇടയുണ്ട്. പയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ മേളിലോട്ട് പോകുന്നവരല്ലേ. അപ്പോൾ ഇതുപോലെ ഞാനൊരു കുഴി എടുത്തിട്ട് ഇവരെ നടുന്ന രീതി എന്ന് പറയുന്നത്, ഇത് ട്രൈക്കോഡെർമയാണേ. അപ്പോൾ കുറച്ച് ട്രൈക്കോഡെർമ മണ്ണിലേക്കിടും. ഇതിനകത്ത് വെള്ളം വീണിട്ടുണ്ട്. നമ്മൾ ഈ ടെറസൊക്കെ കൊണ്ടുവെക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചിട്ട് മറന്നു പോകും. അങ്ങനെ വരുമ്പം വെള്ളം വീഴുന്നതാണേ. അപ്പോൾ അതിനകത്തേക്ക് ഇത് കുറച്ച് ചാണകപ്പൊടിയാണേ. അപ്പം നമ്മൾ എപ്പോഴും ഇത്തരത്തിലുള്ള ചെടികൾ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് വളരേണ്ടവരാണിവർ. അതുകൊണ്ട് എന്തെങ്കിലും ജൈവവളം ചേർത്ത്, നല്ലോണം അടിവളം ചേർത്ത നീർവാർച്ചയുള്ള മണ്ണിലാണ് ഇത്തരത്തിലുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കേണ്ടത്. അപ്പം ഞാൻ ഇതുപോലെ ചാണകപ്പൊടി ഇട്ട് ട്രൈക്കോഡെർമയും ഇട്ടിട്ട് അതിനകത്തോട്ടാണ് ഈ ചെടിയെ കണ്ടോ, വേരൊന്നും പോയിട്ടില്ല. അപ്പം അങ്ങനെ നമ്മളിതിനെ എടുത്തു വെക്കും. ഇനി മേലോട്ട് നമുക്ക് വളരുന്നതിനനുസരിച്ച് ഏറ്റവും അടിയിലത്തെ ഇലയുടെ തൊട്ട് താഴെ വരത്തക്ക രീതിയിൽ മണ്ണ് എപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കണം ഇത്തരത്തിലുള്ള എല്ലാ ചെടികൾക്കും. മുളകിൻ്റെ തൈയാണോ? ഇത് നമുക്ക് മുളകിൻ്റെ തൈയാണേ. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി നടേണ്ടത്. ആ മഴ ഉണ്ടായിരുന്ന സമയത്തേ നമ്മളിത് മാറ്റി നട്ടില്ല. കാരണം ഈ മുളകിൻ്റെ തൈകളെ മഴ കാര്യമായിട്ട് ബാധിക്കും. മുളകിൻ്റെ ഓരോ ഇലകളും പഴുത്തഴുകി വീണു പോകും. പിന്നെ അവസാനം ചെടിയും പോകും. അത് കാരണം നമ്മളിങ്ങനെ നടാതെ മാറ്റി വെച്ചിരുന്നതാണേ. അപ്പം നമുക്ക് ഈ മുളകിൻ്റെ തൈ ഒന്ന് നടുകയും ചെയ്യണം. ഇതെന്നാത്തിനാ പിന്നെ ഈ ഗ്ലാസ്സിൽ ഈ മണ്ണെടുത്ത് വെച്ചേക്കുന്നത്? അത് വിത്ത് പാകി വെച്ചിരിക്കുന്ന. എന്നാത്തിൻ്റെ? അതൊരു വെള്ളരിയനം എന്ന് നമുക്ക് പറയാം. പല ഇനം വെള്ളരികളുണ്ടല്ലോ. വെള്ളരി എന്ന് പറഞ്ഞാൽ നമ്മൾ കറി വെക്കുന്ന വെള്ളരിയുണ്ട്, സാലഡ് കുക്കുംബറുണ്ട്. അതൊരു സർപ്രൈസ് ആണോ? അല്ല, സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പാകി വെച്ച, അതിൻ്റെ ബാക്കി ഇന്ന് പാകാനുണ്ട്. അതുപോലെ ക്ഷമാമൊക്കെ ഈ വെള്ളരി പോലത്തെ വിത്തുകളാണേ. അപ്പോൾ പല സാധനം നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുകയും അത് മാറ്റി എടുത്ത് ഇതുപോലെ പാകുകയും ചെയ്യുമ്പം നമ്മൾ ഏതാണെന്നൊക്കെ മറന്നുപോകും. കിളുത്ത് വന്നു കഴിഞ്ഞ് കായ്ക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പം അമ്മ ഇതിൻ്റെ ഈ വളപ്രയോഗങ്ങളൊക്കെ എങ്ങനെയാണ്? അതൊക്കെ ഇന്നത്തെ വീഡിയോയിലുണ്ടോ? ഇല്ല, വളപ്രയോഗം ഇല്ല. ഇതിന്ന് മാറ്റി നടുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് മാറ്റി നടാനായിട്ട് ഞാൻ ദേ ഇവിടെ ഈ ഗ്രോ ബാഗിനകത്ത് മണ്ണൊക്കെ നിറച്ച് നമ്മൾ കുമ്മായ വിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണ് വളവും ചേർത്ത് നിറച്ച് വെച്ചിരിക്കുവാണേ. അപ്പോൾ ദേ ഇതിനകത്തൊരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് നമ്മളിപ്പം സാധാരണ എല്ലാ തൈകളും നടുന്നത് പോലെ ഇത് വളമൊക്കെ ചേർത്ത മണ്ണാണേലും നമ്മളൊരിച്ചിരി വളം കൂടെ ചേർത്തിട്ടാണ് നടുന്നത്. കാരണം ഈ മുളകിനൊക്കെ എപ്പോഴും ബാക്ടീരിയൽ വാട്ടം പോലത്തെ രോഗങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നതാണ്. അതുപോലെ മുളകായാലും പെട്ടെന്ന് വളർന്നു കയറണം. എന്നാലേ നമുക്ക് അതിനകത്തുനിന്ന് നല്ല ആരോഗ്യത്തോടെ ഉള്ള വളർച്ചയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല വിളവ് ഇതിനകത്തുനിന്ന് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് ശകലം ചാണകപ്പൊടി ഇടുന്നത്. ചാണകപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ? ഇച്ചിരി ചാണകപ്പൊടി ഇട്ടിട്ട് ഈ മുളകിൻ്റെയൊക്കെ തൈകൾക്കെന്ന് പറയുമ്പം എപ്പോഴും നല്ലത് സ്യൂഡോമോണാസ് ആണേ. അപ്പം ഞാൻ എൻ്റെ കുറച്ച് സ്യൂഡോമോണാസും കൂടെ ഇതിനകത്തോട്ട് ഇടുവാണേ. എന്നിട്ട് നമ്മൾ ആ ചാണകവുമായിട്ട്, ഇത് നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയാണ്, അതും ഇച്ചിരി മണ്ണും കൂടെ കൂട്ടി നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് മുളകിൻ്റെ തൈ വെക്കുക. അപ്പം ഈ മുളകിൻ്റെ തൈ വെക്കുമ്പോൾ ഞാൻ എപ്പോഴും ഒരു 2 എണ്ണം ഒരുമിച്ചാണ് നടുന്നത്. കാരണം ചിലപ്പോൾ ഒന്നങ്ങ് നഷ്ടപ്പെട്ട് പോയാലും നമുക്കൊന്ന് കിട്ടുമല്ലോ. ഇനി അല്ലേ തന്നെ ഈ ഗ്രോ ബാഗിൻ്റെ വലിപ്പം അനുസരിച്ച് ഇതിനകത്തൊരു 2 എണ്ണം വളരാനുള്ളത്ര ഇട ഈ പാത്രത്തിനകത്ത് ഗ്രോ ബാഗിനകത്തുണ്ട്. അപ്പോൾ എന്നോട് ചിലരൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു, ഈ ഗ്രോ ബാഗ് ഇങ്ങനെ നമ്മൾ നിറച്ച് വെച്ചിട്ട് സ്ഥിരമായിട്ട് കൃഷി ചെയ്താൽ മണ്ണ് ഉറച്ചു പോകത്തില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ, ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കൃഷി ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. അത് കഴിയുമ്പം ഈ ഗ്രോ ബാഗിലെ മണ്ണിനെ നേരെ അതേപടി ഒരു വലിയ പാത്രത്തിനകത്തേക്ക് കുടഞ്ഞിടും. അങ്ങനെ കുടഞ്ഞിട്ടിട്ട് അതിനകത്തേക്ക് തിരിച്ച് അതേ ഗ്രോ ബാഗിനകത്ത് തന്നെ നമ്മളെ ഉണങ്ങിയ ഇലകളും അതുപോലെ പുല്ലോ കാടോ അതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോ ബാഗിൻ്റെ ഏറ്റവും അടിയിലിട്ടിട്ട് നമ്മൾ ഈ ഇളക്കി എടുത്തിരിക്കുന്ന മണ്ണില്ലേ
അതിനകത്ത് ഒരു പിടി കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് നല്ല പോലെ മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് തിരിച്ചിട്ട് വയ്ക്കും. എന്നിട്ട് വെള്ളവും ചേർത്ത് വെച്ചതിന് ശേഷം ഒരു 10 ദിവസത്തിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതേപോലെ നട്ടു കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തുടർച്ചയായി കൃഷി ചെയ്യുന്നൊരു സാധനമാണെങ്കിൽ നമ്മൾ ഈ മണ്ണിൻ്റെ പുളിപ്പ് മാറ്റാനായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് 1 സ്പൂൺ കുമ്മായം 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി ആ പാത്രത്തിനകത്തെ മണ്ണിനകത്ത് മുഴുവനും വീഴത്തക്ക രീതിയിൽ ചുറ്റുമായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അമ്മ എന്തിനാ അമ്മ ഈ ഗ്ലാസും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഞാനേ ഇതിനകത്ത് കുറച്ച് വിത്തുകൾ പാകാൻ വെക്കാൻ പോവുകയാണേ. ഇപ്പം നമുക്ക് കൃഷിക്കെന്ന് പറയുന്ന നല്ല അനുകൂലമായ സാഹചര്യമാണ്. കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഒക്കെ വളരെ വേഗത്തിൽ വിത്തുകളൊക്കെ പാകി കിളിപ്പിക്കാനുള്ളത് കിളിപ്പിക്കണം, തൈകൾ മാറ്റി നടാനുള്ളത് നടണം. അങ്ങനെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന സമയമാണ്. സന്ധ്യ ആയത് കാരണമുണ്ടോ ഓലേഞ്ഞാലി കരയുന്ന കേട്ടോ ഉണ്ടോ. അപ്പോൾ നമുക്കിതേ പെട്ടെന്ന് ഇത് ഒന്ന് പാകി വെക്കാം. ഇതിനകത്തേക്കെല്ലാം കുറേശ്ശെ മണ്ണിടുവാണേ. അപ്പം മണ്ണിടുന്നതിന് മുന്നേ നിങ്ങൾ കണ്ടോ ഈ ഗ്ലാസ്സിനകത്ത് ഇതുപോലെ നമ്മൾ 2, 3, 4 ചെറിയ ഹോൾ ഉണ്ടാക്കിക്കോണേ. കാരണം ഇതിനകത്ത് വെള്ളം തങ്ങി നിൽക്കരുത്, നമ്മളിടുന്ന വിത്തുകൾ ചീഞ്ഞു പോവും. അപ്പം ഒന്നിച്ച് 10 എണ്ണത്തിന് തോളായിട്ടെ ഞാനിത് പപ്പട കമ്പി കൊണ്ട് അപ്പോൾ ഗ്ലാസ് എല്ലാം കൂടെ ഇങ്ങനെ അങ്ങോട്ട് അടുക്കി വെക്കും, എന്നിട്ട് കിഴ്ത്തിയിടും. അപ്പം എളുപ്പമുള്ള പരിപാടിയാണ്. അല്ലെ പിന്നെ നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് വിത്തുകൾ പാകുകയും പല പല വിത്തുകൾ ഒരേ ദിവസം തന്നെ പാകി വെക്കേണ്ടുന്ന ഒരാവശ്യം വരികയും ഒക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പം നമുക്ക് പണി തീരണ്ടേ. അപ്പം കൃഷി മാത്രം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരിതിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇപ്പം ഈ ആണുങ്ങളൊക്കെയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അവർക്ക് ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ പെണ്ണുങ്ങളാകുമ്പം വീട്ടിലെ കഞ്ഞി വെക്കണം, കറി വെക്കണം, ഇനി അതൊക്കെ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു പങ്കെന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. നമുക്കതിനകത്ത് പൂർണ്ണമായിട്ടങ്ങ് ആയി പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ലേഡീസ് ചെയ്യുന്ന അവസരത്തിൽ തിരക്കൊക്കെ കൂടുതലായിരിക്കും. കാരണം അവർക്ക് ഇതും കഴിഞ്ഞിട്ട് പോയിട്ട് വേറെ ചെയ്യാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ കുറേ പരിപാടി കഴിഞ്ഞിട്ടായിരിക്കണം ഇത് ചെയ്യാനുള്ളത്. അതാണ് അവർക്ക് തിരക്ക് വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇത് ഇനി മതി ഊരി വെക്കുവാണേ, അല്ലെങ്കിൽ നമുക്ക് വിത്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഇത് കണ്ടോ, ഇതിനകത്ത് ഒരു വിത്ത് ഞാൻ പാകിയല്ല, ഒരു പകുതി ദിവസം വെള്ളത്തിനകത്തിട്ട് കുതിർത്തതിന് ശേഷം കണ്ടോ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതെന്നാണെന്നറിയോ, പൊട്ടുവെള്ളരിയുടെ വിത്തുകളാണേ. പൊട്ടുവെള്ളരിയുടെ വിത്ത് തന്നെയാണ് ഞാൻ രാവിലെ കൊണ്ടുവന്ന് മുളച്ചതിനെ അത്രയും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് ഇനിയിപ്പം വിത്ത് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് കിട്ടാനുണ്ട് കേട്ടോ, നമ്മുടെ കയ്യിലുള്ള വിത്തുകൾ തന്നെയാണത്. അപ്പം അത് മുളയ്ക്കും കേട്ടോ, ഒന്നും പേടിക്കണ്ട. പക്ഷേ ഈ വെള്ളരി വർഗ്ഗങ്ങളെല്ലാം മുളയ്ക്കാനായിട്ട് കുറച്ച് താമസം വരുവേ. അതായത് നമ്മൾ ഒരു പകുതി ദിവസം ഇപ്പോൾ രാത്രിയിൽ വൈകുന്നേരം വെള്ളത്തിലിടുന്നെങ്കിൽ നേരം വെളുത്തിട്ട് അതിനെ ഇതുപോലെ വാരി ഒരു തുണിക്കകത്ത്, ചെറിയ നനവുള്ള തുണിക്കകത്തായിരിക്കണേ, അങ്ങനെ വാരി കെട്ടി വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ, നമ്മളൊരു രാവിലെയാണല്ലോ കെട്ടി വെക്കുന്നത്, പിറ്റേ ദിവസം രാവിലെയല്ല അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ എടുത്താൽ എല്ലാം മുളച്ച് തന്നെ ഇരിക്കും കേട്ടോ. അപ്പം ഇത് മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറേശ്ശെ ഇതിനകത്തേക്ക് ഇടുക. അപ്പോൾ ഒരു വിത്ത് മാത്രമല്ല ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഒരു അതിൻ്റെ കാരണം ചിലതിപ്പോൾ കിളുത്തില്ലേലും കുഴപ്പമില്ല, അതുപോലെ കിളുക്കാതൊക്കെ പോകും, ചിലത് കിളുത്ത് കഴിഞ്ഞിട്ട് വെട്ടിപ്പോവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇത്രയും ഗ്ലാസ്സിനകത്തേക്ക് ഇതിനെ ഇത്ര എണ്ണം വാരിയിട്ടെ. ഇനി ഞാനിതൊന്ന് പതുക്കെ നനച്ചു കൊടുക്കണം. അപ്പോൾ ബാക്കി ഞാൻ തിരിച്ച് അതേപോലെ വെച്ചിരിക്കുക. ഇതിൻ്റെ കൂടെ വേറൊരു കാര്യമുണ്ടേ, നമ്മളെ കഴിഞ്ഞ ദിവസം ഞാൻ ബീൻസ് നേരിട്ട് പാകുന്നൊരു കാര്യം കാണിച്ചായിരുന്നു. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യുകയേ വേണ്ട. ഇത് വേറൊരു സാധനം പറയാവേ. ഇതിനകത്താണ് ബീൻസ്, കണ്ടോ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. നമ്മളിവിടെ കൊടുക്കുന്ന ബീൻസിൻ്റെ വിത്താണ്, ആർക്കും പേടിക്കാതെ ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഇത് കണ്ടോ നിങ്ങൾ, ഒരെണ്ണം പോലും കിളുക്കാത്തതില്ല, എല്ലാം തന്നെ ഇതേപോലെ മുള വന്നിരിക്കുവാണ്. നാളെ രാവിലെ എടുക്കുമ്പോഴത്തേക്കിന് കുറച്ചും കൂടെ വലിയ മുളയാകും. ആ സമയത്ത് എടുത്ത് നമ്മളിത് പാകി കൊടുത്താൽ മതിയേ. നിങ്ങളാരും മറ്റേപോലെ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞ എന്നാണെന്നറിയോ, ചിലപ്പോൾ നമ്മളൊരു കുറേ വിത്തിട്ട് അതിനകത്തുനിന്ന് 1, 2 ഒക്കെ ചിലപ്പോൾ കിളുത്ത് കിട്ടും.
കിളുത്തുക ആ ഒരു കിളുക്കൽ വന്നു കഴിഞ്ഞാലും ചിലപ്പം വെട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്, ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം ഇതേപോലെ മുളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ നടുന്നതെങ്കിൽ നമ്മുടെ ഒരു പയറുവിത്ത് പോലും തൈകളായി മാറാതെ നഷ്ടപ്പെടത്തില്ല കേട്ടോ. അപ്പം ഞാനിന്ന് ഇത് ഇപ്പം ചെയ്യുന്നില്ല, ഇത്രയും സാധനം വെച്ചേ. ഇനി ഇതിൻ്റെ ബാക്കി പണി എന്നാ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി ഞാൻ ഈ വിത്തിട്ടത് നമ്മൾ മണ്ണിലാണല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഇപ്പം തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുവേ. അപ്പം ഈ മണ്ണിന് കുറച്ചൊരു ഇരുത്തം വരും, കുറച്ചും കൂടെ ഇട ഈ പാത്രത്തിനകത്ത് കിട്ടും. കണ്ടോ? ഈ ഇപ്പം നമ്മളിങ്ങനെ വിത്ത് വെച്ച് ഇതിന് മേളിലൂടെ ചകിരിച്ചോറ് വെക്കാൻ പോവാ. അതിന് പകരം നമുക്ക് ഇങ്ങനെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഇപ്പം പണ്ടിങ്ങനെ വിത്ത് തെറിച്ച് പോകാതിരിക്കാനായിട്ട് അമ്മ പത്ര പേപ്പറൊക്കെ ഇടുമായിരുന്നല്ലോ. പത്രം ചെറിയതായിട്ട് പത്രം കീറി വെക്കാം, അപ്പം നനവ് കിട്ടും. അതിൻ്റെ മുകളിലോട്ട് വളരെ കനം കുറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ മണ്ണിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ചകിരിച്ചോറ് വെക്കുന്നത്, കാരണം ചകിരിച്ചോറിന് തീരെ കനയില്ല കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി മിക്സ് അല്ല, ചകിരിച്ചോറ്. ഇത് വെറും ചകിരിച്ചോറാണ്. ചകിരിച്ചോറെന്ന് പറഞ്ഞാൽ ഇത് ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റ് ആണേ. നേരത്തെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിടും. അങ്ങനെ ഇത് കമ്പോസ്റ്റായി മാറിയതാണ്. കറയുടെ ശല്യമൊന്നും വരത്തില്ല. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ടും കുറച്ച് വെള്ളം തളിക്കും. ഇനി ഇത് കിളുത്ത് വന്നതിന് ശേഷം മാത്രമേ ഇതിന് വെള്ളം കൊടുക്കത്തുള്ളൂ കേട്ടോ. ഇനി നമ്മളിതെടുത്ത്, ഞാനാണെങ്കിൽ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പാത്രം വെച്ചിട്ട് അടച്ചു വെക്കും. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇതുപോലെ ഉണ്ടോ, ഇതുപോലൊരു ചട്ടി എടുത്തിട്ട് ഇതിനെ 5 പേരെയും അതിനകത്ത്, അത് നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പമൊക്കെ അനുസരിച്ചിരിക്കും, ഇങ്ങനെ അങ്ങോട്ട് മൂടി വെക്കും. അല്ലെ ഇവിടെ ഒച്ചിൻ്റെ ശല്യമുണ്ട്, എലിയുടെ ശല്യം ഉണ്ടായിരുന്നപ്പോഴാണ് പ്രധാനമായും എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നിരുന്നത്. ഇങ്ങനെ മൂടി വെക്കും. മുളച്ച് കഴിഞ്ഞാൽ നമ്മളത് തുറന്നു വെക്കും. രാവിലെ വെയിലുള്ള സമയത്ത് മുളച്ച് ഇല പുറത്തേക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ വെയിലത്ത് തന്നെ തുറന്നു വെക്കണം. അല്ലെ നീളം കുറഞ്ഞ് ഇങ്ങനെ അതങ്ങോട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പം ഈ സമയത്ത് ഇപ്പം ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. പിന്നെ നമ്മൾ രാത്രി മൂടി വെക്കണം. മൂടി വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ എലിയുടെയും ഒച്ചുകളുടെയും ഒക്കെ ശല്യം ഉള്ളവരാണ് മൂടി സൂക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ തുറന്നു വെച്ചിരുന്നാലും ഒരു കുഴപ്പമില്ല. ഇതെന്നാന്നറിയോ, ഇത് മല്ലിയുടെ തൈകളാണേ. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന മല്ലിവിത്താണ്. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വാങ്ങിക്കാം. അതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പം ഈ മല്ലിയുടെ വിത്ത് ഞാൻ എങ്ങനെ പാകിയെന്നറിയോ, ഇപ്പം നമ്മൾ ഗ്ലാസ്സിനകത്ത് വിത്ത് വെച്ചില്ലേ, അതേപോലെ തന്നെ ഈ പാത്രത്തിനകത്ത് കുറച്ച് നമ്മുടെ പോട്ടിംഗ് മിക്സാണ് ഞാനിവിടെ എടുക്കുന്നത്. ആ പോട്ടിംഗ് മിക്സ് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ മല്ലി പാക്കറ്റില്ലേ അത് പൊട്ടിച്ച്, പൊളന്നിട്ടും ഇല്ല, വെള്ളത്തിലിട്ട് കുതിർത്തിട്ടും ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല, നേരിട്ട് ഈ മണ്ണിലേക്ക് പാകി കൊടുത്തു. പണ്ട് എന്തൊരു പാടായിരുന്നു മല്ലി കൃഷി ചെയ്യാനായിട്ട്. അങ്ങനെ പറയും. അത് ഓരോരോ ആൾക്കാർ പറയും മല്ലി വിത്ത് മുളയ്ക്കുന്നില്ല. അത് എപ്പോഴും മല്ലിയുടെ കൃഷിയിൽ നമ്മൾ പരാജയപ്പെട്ട് പോകുന്നത് മല്ലിവിത്ത് മോശമായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതിന് ഞാൻ ചെയ്തിരിക്കുന്ന ഈ മണ്ണിൻ്റെ മുകളിലോട്ട് മല്ലിവിത്ത് അങ്ങോട്ട് പൊട്ടിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളം ഒഴിച്ചു കേട്ടോ. അതിനുശേഷം ചകിരിച്ചോറ് അതിൻ്റെ മേളിലിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്കും ഇതുപോലെ വെള്ളം തളിച്ച് മാറ്റി വെച്ചു. ഒരു 5 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുപോലെ മുളച്ചു തുടങ്ങിയപ്പം. ഇന്നലെ ഞാൻ നോക്കിയപ്പം 2-3 എണ്ണയെ മുളച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ദേ കൂടുതൽ എണ്ണം മുളച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുളച്ച് കഴിയുമ്പം ഈ ചകിരിച്ചോറാണല്ലോ നമ്മളിതിൻ്റെ മേളിലിടുന്നത്, നനവ് മാറും കേട്ടോ. അങ്ങനെ നനവ് മാറുന്നു എന്ന് തോന്നുമ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തളിച്ചു കൊടുക്കണം. പിന്നെ ഇത് 1 പാക്കറ്റ് മല്ലിയുടെ വിത്തുണ്ടല്ലോ, അടുപ്പിച്ചടുപ്പിച്ചാണ് പാകിയിരിക്കുന്നത്. മല്ലി പാകുമ്പോൾ എപ്പോഴും കൂടുതൽ വിത്തുകൾ ഒരുമിച്ചിടണം. കാരണം ഇപ്പോൾ ഇവരുടെ തണ്ടുകൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം തീരെ ആരോഗ്യമില്ലാത്തൊരവസ്ഥയാണേ. അപ്പം വെള്ളം തളിക്കുകയോ അല്ലെങ്കിൽ മഴ പെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ മറിഞ്ഞ് വീണ് അവിഞ്ഞു പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഒരു ട്രിക്കും കൂടി ഈ പ്രാവശ്യം ചെയ്തു നോക്കുന്നുണ്ട്. അത് വിജയിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഗുണപ്പെടുത്താമല്ലോ. ഈ ബന്ദിയുടെ പൂക്കൾ കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ആ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ല സൂപ്പറായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. ഈ കളർ ആയതുകൊണ്ടേ നമ്മുടെ കണ്ണിനെ ഇങ്ങനെ പിടിച്ചെടുക്കും, നോട്ടം കിട്ടും. സംഭവം വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഓറഞ്ച് കളർ ഉണ്ടായിന്, നല്ല കളറുണ്ട്. അപ്പം ഇത് നമ്മളിവിടെ കൊടുത്ത ബന്ദിയുടെ വിത്ത് ഞാൻ പാകി കിളിപ്പിച്ച ഈ കളർ മാത്രമല്ല, ഇത് ആ കളർ കണ്ടോ, മഞ്ഞയുണ്ട്. പക്ഷെ അതിന്റെ പൂക്കളുടെ വലിപ്പം കണ്ടോ നിങ്ങൾ, നല്ല സൂപ്പർ വലിപ്പം ഇരിക്കുന്നുണ്ടല്ലോ. ഇതിന്റെ 4-1 വലിപ്പമില്ല. അതെ, ഇത് നന്നായി വലുതാണ്. ഇതിനേക്കാൾ വലിപ്പം വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, കണ്ടോ, നല്ല സൂപ്പർ ആയിട്ടാ വലിപ്പം. ഇത് നമ്മൾ ഇവിടെ കൊടുത്തോണ്ടിരുന്ന ബന്ദിയുടെ വിത്ത് പാകി മുളപ്പിച്ചെടുത്ത
തൈയാണേ. അപ്പോൾ നമ്മളിത് ഏതായാലും ഈ പ്രാവശ്യം ഉണ്ടല്ലോ പൂജ ഹോളിഡേ എന്ന് പറയാം, പൂജയുടെ സമയം നേരത്തെ കയറി വന്ന കാരണം നമ്മൾ ഓണത്തിന് വേണ്ടി ചെയ്ത കൃഷി അതിനും കൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളിവിടെ സ്റ്റോക്ക് തീർന്നിരിക്കുവാണ്. ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് കിട്ടാനുണ്ടെങ്കിൽ വാങ്ങിച്ച് ഞാൻ നിങ്ങൾക്ക് തരാം. അതുപോലെ കാബേജ്, കോളിഫ്ലവർ പോലെയുള്ള ശീതകാല പച്ചക്കറികളുടെ വിത്തുകളും വരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചേ എടുക്കാറുള്ളൂ. അപ്പോൾ ആവശ്യക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് വേഗത്തിൽ തന്നെ മെസ്സേജ് ഇട്ടേക്കണേ. 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് തന്നു തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ സന്ധ്യയായി പോയതുകൊണ്ട് നമ്മൾ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുവാണ്. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.